രാമായണത്തെ അധികരിച്ചുള്ള രാമായണ വ്യാഖ്യാനത്തിൽ 21ാമത്തെ വീഡിയോ ആണ് ഇത്. അയോധ്യാകാന്ഡത്തിലെ വനയാത്ര എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വനയാത്ര ആരംഭമായിരുന്നു. ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കടക്കുകയാണ്. അതിൻ്റെ വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാമ ലക്ഷ്മണന്മാർ സീതാദേവിയോടൊപ്പം സന്ധ്യയോടെ വന അതിർത്തിയിൽ എത്തിച്ചേർന്നു. ശ്രീരാമൻ വെള്ളം മാത്രം കുടിച്ച് മറ്റ് ആഹാരാദികൾ എല്ലാം ഉപേക്ഷിച്ച് സീതയോടൊപ്പം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. അമ്പും വില്ലുമേന്തി ലക്ഷ്മണനും സുമന്ത്രരോടൊപ്പം അവിടെ കാവൽ നിന്നു. അവൻ ലക്ഷ്മണൻ സുമന്ത്രരോട് ദുഃഖകഥകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തേരിനെ പിന്തുടർന്ന് ധാരാളം ആളുകൾ ഞങ്ങളും വനവാസത്തിന് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ ആ തേരിന് പിറകെ എത്തി അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വനവാസത്തിന് പോകാം എന്ന് പറഞ്ഞാണ് അവർ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പരിവേദനം മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ സൂര്യോദയത്തിന് മുൻപേ ഇവിടെ നിന്ന് യാത്രയാകണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. സൂര്യോദയത്തിന് മുമ്പേ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ യാത്രയ്ക്ക് വിഘ്നം വരുമോ എന്ന തോന്നലാണ് ശ്രീരാമനിൽ ഉണ്ടാകുന്നത്. കാരണം ജനങ്ങൾ കൂടെ വരുവാൻ വാശി പിടിക്കുകയും പിന്നീട് അത് യാത്രയ്ക്ക് വിഘ്നം വരുമോ എന്നുള്ള ഒരു ചിന്തയിലേക്കും എത്തിച്ചേരുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമദേവൻ തേര് പൂട്ടുവാൻ സുമന്ത്രരോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് സുമന്ത്രർ തേര് തയ്യാറാക്കി നിർത്തി. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും തേരിൽ കയറി തേര് യാത്രയായി. അപ്പോൾ തേര് യാത്രയായി എന്ന് പറഞ്ഞാൽ ആദ്യം അയോധ്യ ലക്ഷ്യമാക്കിയാണ് തേര് തിരിഞ്ഞത്. എങ്കിൽ കൂടി കുറച്ചു നേരം തേര് മുന്നോട്ട് പോയതിന് ശേഷം ഗതി മാറ്റി തെക്കോട്ട് തിരിച്ച് വനത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു. അങ്ങനെ അയോധ്യയിലേക്ക് പോകുവാൻ കാര്യം ഏതെങ്കിലും ജനങ്ങൾ ഉണരുന്നെങ്കിൽ അയോധ്യയിലേക്ക് തിരിച്ചു പോയി എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പോയതും. തിരികെ വനത്തിലേക്ക് തിരിച്ച് ആളുകളാരും പുറകെ വരുന്നില്ല എന്നുള്ള തോന്നൽ വന്നപ്പോൾ തിരികെ വനത്തിലേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ ആ സമയത്തെല്ലാം ജനങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവരിതൊന്നും അറിഞ്ഞതേയില്ല. അപ്പോൾ ശ്രീരാമൻ്റെ ചുറ്റിനുമായി കിടന്നുറങ്ങിയ ജനങ്ങൾ നേരം പുലർന്നപ്പോൾ നോക്കി. അപ്പോഴേക്കും ശ്രീരാമനെയോ സീതയെയോ ലക്ഷ്മണനെയോ അവിടെ തേരോ സുമന്ത്രരെയോ കാണാതെ അവർ ആകെ അമ്പരന്നു. എപ്പോഴും പോയി എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. പിന്നീട് അവർ കുറച്ച് കഴിഞ്ഞ് ആ ദുഃഖാർത്ഥരായ അവർ തിരികെ അയോധ്യയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പോൾ ശ്രീരാമാദികൾ ഗംഗാതീരത്ത് എത്തിച്ചേർന്നു. ഗംഗയിൽ സ്നാനം ചെയ്തു. സ്നാനം ചെയ്ത ശേഷം ശൃംഗവേരീപുരത്തിനടുത്തുള്ള ശിംശിവ വൃക്ഷ ചുവട്ടിൽ അന്ന് രാത്രി അവർ അവിടെ കഴിഞ്ഞു. അടുത്തത് ഗുഹ സംഗമമാണ്. അപ്പോൾ ശൃംഗവേരി എന്ന രാജ്യത്തിൻ്റെ അധിപനാണ് ഗുഹൻ. ദശരഥ മഹാരാജാവിൻ്റെ ആശ്രിതൻ കൂടിയാണ്. അപ്പം രാമൻ തൻ്റെ രാജ്യത്ത് എത്തിച്ചേർന്നു എന്ന് അറിഞ്ഞ ഗുഹൻ അത്യധികം സന്തോഷവാനായി എന്ന് മാത്രമല്ല, പഴങ്ങൾ, പുഷ്പങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, തേൻ എന്നിവയൊക്കെ കൊണ്ട് ഗുഹൻ ശ്രീരാമൻ്റെ അടുത്ത് വന്ന് കാഴ്ചവെച്ച് ഭക്തി ആദരപൂർവം നമസ്കരിച്ചു. അപ്പം സന്തോഷത്തോടെ ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. എന്നിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തി. അപ്പം ഗുഹൻ കൂപ്പുകൈകളോടെ അറിയിച്ചു. എന്താണ് അറിയിച്ചത്? ഞാൻ ധന്യനായി, എൻ്റെ കാട്ടാള വംശവും സമ്പന്നമായി. അങ്ങ് ഇനി സന്തോഷത്തോടെ ഇവിടെ വാഴണം. മാത്രമല്ല, താൻ കൊണ്ടുവന്ന കിഴങ്ങും കനികളും ഒക്കെ സ്വീകരിച്ച് അത് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിക്കുകയും വേണം എന്ന് അറിയിച്ചു. അപ്പോൾ ഗുഹൻ്റെ ഈ വാക്കുകൾ കേട്ട് മന്ദഹാസത്തോടെ ശ്രീരാമദേവൻ അരുളി ചെയ്തു. എന്താണ്? കൂട്ടുകാരാ, നീ കേൾക്കുക. ഞാൻ ആഹ്ലാദവാനാണ്. ഞാൻ 14 കൊല്ലം വനവാസത്തിലാണ്. ഇക്കാലത്തിനിടയ്ക്ക് ഗ്രാമത്തിലെ വീടുകളിൽ പാർക്കുകയോ മറ്റുള്ളവർ തരുന്ന ഭക്ഷണം ഭക്ഷിക്കുകയോ ഇല്ല. ഇത് എൻ്റെ തീരുമാനമാണ്. അത് നിന്നോടുള്ള പ്രീതിക്കുറവ് കൊണ്ടല്ല. ഇത് എൻ്റെ രാജ്യം തന്നെയാണ്. നീ എൻ്റെ മിത്രവും. നീ തന്നെ ഈ രാജ്യം ഭരിക്കുക.
വല്ലതും സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് വിഷമം ഉണ്ടാകും എന്ന് എനിക്കറിയാം. അതിനാൽ നീ എനിക്ക് കുറച്ച് വടക്ഷീരം കൊണ്ടുതരിക. വടക്ഷീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരാലിൻ്റെ കറ. അപ്പം ശ്രീരാമദേവൻ ഇങ്ങനെ പറയേണ്ട താമസം ഗുഹൻ വടക്ഷീരം എത്തിച്ചു. ഈ വടക്ഷീരത്തിൽ ഭസ്മവും കൂട്ടിക്കുഴച്ച് ശ്രീരാമനും ലക്ഷ്മണനും തൻ്റെ തലമുടികളിൽ പുരട്ടി തലമുടി ജടയാക്കി കെട്ടിവെച്ചു. ലക്ഷ്മണൻ ദർഭയും മറ്റ് ഇലകളും വിരിച്ച് കിടക്ക തയ്യാറാക്കി. അപ്പോൾ സീതാരാമന്മാർ ആ കിടക്കയിൽ കിടന്നു. അവർ കിടക്കയിൽ കിടന്ന് ഉറങ്ങി. പാണിയായ ലക്ഷ്മണൻ ഗുഹനോടൊപ്പം അവിടെ കാവൽ നിന്നു. ഇനി ലക്ഷ്മണനും ഗുഹനും തമ്മിലുള്ള സംവാദമാണ് അടുത്തത് നടക്കുന്നത്. അപ്പോൾ കൊട്ടാരമാളികയിൽ സുഖശയ്യയിൽ കിടന്നുറങ്ങിയിരുന്ന ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഈ വെറും നിലത്ത്, ദർഭ വിരിച്ച വെറും നിലത്ത് ഇങ്ങനെ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഗുഹന് അത്യധികം വിഷമം തോന്നി. അപ്പോൾ കണ്ണുനീര് തൂകിക്കൊണ്ട് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കൊട്ടാരത്തിലെ സ്വർണ്ണക്കട്ടിലിൽ സീതാദേവിയുമൊത്ത് കിടന്നുറങ്ങിയിരുന്ന പുണ്യപുരുഷൻ ഇന്ന് കാട്ടിനുള്ളിൽ തറയിൽ തളിരില വലിച്ച് കിടന്നുറങ്ങുന്നു. ഈ ദുഃഖത്തിന് കാരണം കൈകേയിയാണ്. മന്ഥരയുടെ വാക്കുകൾ കേട്ടാണ് അവർ ഈ മഹാ അപരാധം ചെയ്തത്. അപ്പം ഗുഹന്റെ ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ അറിയിച്ചു, ഭദ്രമതേ, നീ എപ്പോഴും രാമനാമത്തെ ജപിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ സുഖത്തിനും ദുഃഖത്തിനും മറ്റൊരാൾ കാരണമാകുന്നില്ല. സുഖവും ദുഃഖവും ദാനം ചെയ്യുവാൻ ആരും ശക്തരല്ല. ഒരാൾ എനിക്ക് സുഖം നൽകുന്നു എന്നും മറ്റൊരാൾ എനിക്ക് ദുഃഖം നൽകുന്നു എന്നും ഉള്ള തോന്നലുണ്ടാകുന്നത് അജ്ഞാനികൾക്കാണ്. സുഖദുഃഖ കാരണം മുജ്ജന്മ കർമ്മ ഫലമാണ്. സകല ജനങ്ങളും സ്വന്തം കർമ്മങ്ങളാകുന്ന ചരടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ വന്നു ചേരുന്നത്. മനസ്സിൽ ഞാനെന്ന ഭാവമുള്ളവർക്ക് മറ്റൊരാളിൽ കുറ്റം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഓരോ കാലഘട്ടത്തിലും വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾ അനുഭവിച്ച് സ്വസ്ഥനായി കഴിയണം. ഓരോരുത്തർ നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും പ്രത്യേകിച്ചിങ്ങനെ കുണ്ഠിതപ്പെടുന്നതിൽ അർത്ഥമൊന്നുമില്ല. സുഖദുഃഖങ്ങളെ അത്യാർത്തിയോടെ ആഗ്രഹിക്കാതിരിക്കുക. എന്നാൽ ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്ന സുഖങ്ങളെ ഉപേക്ഷിക്കേണ്ട കാര്യവുമില്ല. ശുഭ അശുഭ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ ആഹ്ലാദമോ വിഷാദമോ ഉണ്ടാകേണ്ട കാര്യമില്ല. സുഖദുഃഖങ്ങൾ ജന്മസിദ്ധങ്ങളാണ്. അവയെ ഒഴിവാക്കുവാൻ ആർക്കും സാധ്യമല്ല. സുഖദുഃഖങ്ങൾ രാപകലെന്ന പോലെ മാറിമറിഞ്ഞു വരും. ചിലപ്പോൾ ദുഃഖത്തിനിടയ്ക്ക് സുഖവും സുഖാനുഭവങ്ങൾക്കിടയിൽ ദുഃഖവും വന്നു ചേരാം. ഇവ ചെളിയും വെള്ളവും എന്ന പോലെ പരസ്പരം ചേർന്നിരിക്കുകയാണ്. സുഖത്തെയും ദുഃഖത്തെയും വേർതിരിച്ചെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അറിവുള്ളവർ ധൈര്യത്തോടെ സുഖവും ദുഃഖവുമില്ലാതെ കഴിയുന്നു. ഇഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അനിഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം മായയാണെന്ന് വിചാരിച്ച് വിദ്വാൻമാർ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നു. അപ്പം ഗുഹനും ലക്ഷ്മണനും ഇങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, നേരം വെളുത്തു കഴിഞ്ഞു. അതായത് നേരം വെളുക്കുന്നത് വരെ അവരങ്ങനെ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നും പറയാം. പുലർച്ചെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ശ്രീരാമചന്ദ്രൻ തോണി കൊണ്ടുവരുവാൻ ഗുഹനോട് ആവശ്യപ്പെട്ടു. ഗുഹൻ തോണിയുമായി എത്തിച്ചേർന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയും ഒന്നിച്ച് ആയുധങ്ങളെല്ലാം എടുത്ത് തോണിയിൽ കയറി. ഗുഹൻ അവിടെ തുഴഞ്ഞു തുടങ്ങി. ഗുഹൻ തുഴഞ്ഞു തുടങ്ങിയത് ഗംഗാനദിയിൽ. ഗുഹൻ തുഴഞ്ഞു തുടങ്ങിയപ്പോൾ ഗംഗ കടന്നു പോകുമല്ലേ. അപ്പം സീതാദേവി ഗംഗയെ സ്തുതിച്ചു തുടങ്ങി. ഞങ്ങൾ വനവാസത്തിന് പോകുകയാണ്. ഞങ്ങളെ ആപത്തു കൂടാതെ രക്ഷിച്ചു കൊള്ളണമേ. വനവാസം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ബലിപൂജകൾ അർപ്പിച്ചു കൊള്ളാമെന്ന് സീതാദേവി ഗംഗാദേവിയെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ തോണി മറുകരയിൽ എത്തിച്ചേർന്നു. തന്നെ കൂടി അനുഗമിക്കുവാൻ അനുവദിക്കണമെന്ന് ഗുഹൻ ആവശ്യപ്പെട്ടു. എങ്കിൽ മാത്രമേ എനിക്ക് മനസ്താപം ഒഴിഞ്ഞുകൂടുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വരും എന്ന് ഗുഹൻ അറിയിച്ചു. അപ്പോൾ ഈ ഗുഹന്റെ വാക്കുകൾ ശ്രീരാമദേവനെ സംപ്രീതനാക്കി. 14 വർഷം വനവാസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരും.
നീ ഇവിടെ തന്നെ വസിക്കുക, രാമൻ്റെ വാക്ക് അസത്യമാവുകയില്ല എന്ന് പറഞ്ഞ് ശ്രീരാമദേവൻ ഗുഹനെ ആലിംഗനം ചെയ്ത് സന്തോഷത്തോടെ മടക്കി അയച്ചു. അപ്പം ഇനി ഭരദ്വാജ ആശ്രമത്തിലേക്ക് ഉള്ള യാത്രയാണ്. അപ്പം 2 ദിവസങ്ങളിലും വെള്ളം മാത്രം കുടിച്ചാണ് അവർ കഴിഞ്ഞുകൂടിയത്. അത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല, മറ്റൊരാളിൽ നിന്നും മറ്റൊന്നും വാങ്ങി സ്വീകരിക്കുകയില്ല, ഭുജിക്കുകയില്ല എന്ന് വ്രതവും ഉണ്ട്, ദൃഢനിശ്ചയവും ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊരു മൃഗത്തെ വേട്ടയാടി പിടിച്ച് അതിനെ ഭക്ഷണമാക്കി. അത് കഴിഞ്ഞാണ് സൂര്യൻ ഉദിച്ചുയരുന്നത്. അപ്പോൾ സൂര്യോദയത്തിന് മുൻപ് തന്നെ അവർ ഒരു മൃഗത്തെ വേട്ടയാടി അതിനെ ഭക്ഷണമാക്കി കഴിച്ചു. അത് കഴിഞ്ഞാണ് നേരം പുലർന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നതോടെ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം രാമാദികൾ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൻ്റെ അടുത്തെത്തി. അവിടെ കണ്ട ഒരു ബ്രാഹ്മണനോട് ദശരഥപുത്രനായ രാമൻ പത്നിയോടും അനുജനോടും കൂടി ആശ്രമത്തിനടുത്ത് കാത്തിരിക്കുന്നു എന്ന് അറിയിക്കുവാൻ പറഞ്ഞയച്ചു. ആ വടു എന്ന് പറയുമ്പോൾ ആരാ? ബ്രഹ്മചാരി ഉടനെ തന്നെ മുനിയെ വിവരമറിയിച്ചു. കേട്ട മാത്രയിൽ തന്നെ ഭരദ്വാജ മുനി അർഘ്യപാദ്യാദികൾ കയ്യിലേന്തി മറ്റ് മുനികുമാരന്മാരെയും വിളിച്ച് ശ്രീരാമൻ്റെ സമീപത്തെത്തി ശ്രീരാമ ലക്ഷ്മണന്മാരെ വന്ദിച്ചു. സീതയോടും ലക്ഷ്മണനോടും ശ്രീരാമൻ ലക്ഷ്മണനോടും ഒപ്പം സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ശ്രീരാമചന്ദ്രൻ മുനിയുടെ പാദങ്ങളിൽ വണങ്ങി. ആ മുനിശ്രേഷ്ഠൻ അവരെ ആശീർവദിച്ച് ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ആശ്രമത്തിലെത്തിച്ചേർന്ന് ഭരദ്വാജ മുനി അറിയിച്ചു, അങ്ങ് ആശ്രമത്തിലെത്തിച്ചേർന്നതിനാൽ എൻ്റെ തപസ്സിന് ഫലമുണ്ടായി. അങ്ങയുടെ വൃത്താന്തമെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ശ്രീരാമചന്ദ്ര, അങ്ങയെ കാണാനായതിൽ ഞാൻ കൃതാർത്ഥനാണ്. അല്ലയോ രഘുപതേ, അങ്ങ് മായാമാനുഷനായി അവതാരം ചെയ്തിരിക്കുകയാണെന്നും ഈ വനവാസകാലത്ത് വനവാസത്തിൻ്റെ ഉദ്ദേശം എന്തെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ജ്ഞാനദൃഷ്ടിയിലൂടെ മനസ്സിലാക്കുന്നു. ഈ വനവാസത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ജ്ഞാനദൃഷ്ടിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങയെ ധ്യാനിക്കുന്നത് കൊണ്ടുണ്ടായ ജ്ഞാനദൃഷ്ടിയിൽ നിന്നും ലഭ്യമായതാണ് എന്ന് എനിക്ക് അറിവുള്ളതുമാണ് എന്ന് ഭരദ്വാജ മുനി അറിയിക്കുന്നു. ഇത്തരത്തിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവർ അന്ന് ആ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി വാത്മീകിയുടെ ആശ്രമത്തിലേക്കുള്ള യാത്രയാണ്. വാത്മീകിയുടെ ആശ്രമത്തിലേക്കുള്ള പ്രവേശനം. ആ യാത്രയും പ്രവേശനവും അവിടെ അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഉള്ളത്. അത് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.